2 ദിവസം നീണ്ടുനിൽക്കുന്ന AICC ദേശീയ കൺവെൻഷന് ഇന്ന് ഗുജറാത്തിൽ തുടക്കമാകും. കോൺഗ്രസ് പാർട്ടിയുടെ ഭാവി പരിപാടികളും സംഘടന സംവിധാനത്തിലെ പോരായ്മകളും പുനരുദ്ധാരണവുമെല്ലാം കൺവെൻഷനിൽ ചർച്ചയാകും. 61 വർഷങ്ങൾക്ക് ശേഷമാണ് ഗുജറാത്തിൽ AICC ദേശീയ കൺവെൻഷൻ നടക്കുന്നത്. 6 ദശകങ്ങൾക്ക് ശേഷമാണ് ഗുജറാത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ കൺവെൻഷൻ നടക്കുന്നത്. നീതിയുടെ പാത, ദൃഢനിശ്ചയം, സമർപ്പണം, പോരാട്ടം എന്നതാണ് കൺവെൻഷന്റെ ടാഗ്ലൈൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ നേട്ടം തുടർന്നു വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൈവരിക്കാനായില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയത്തിലേക്കെത്താൻ കോൺഗ്രസ് സ്വീകരിക്കേണ്ട നടപടികൾ സമ്മേളനത്തിൽ മുഖ്യ ചർച്ചയാകും. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാർക്ക് കൂടുതൽ അധികാരം നൽകുന്നതിനുള്ള മുഗൾ വാസ്നിക് റിപ്പോർട്ടും യോഗം അംഗീകരിക്കും. DCCകൾക്ക് നേരിട്ട് ഹൈക്കമാൻഡുമായി ബന്ധപ്പെടാവുന്ന ഭേദഗതികളും AICC സമ്മേളനം അംഗീകരിക്കും. മോദി സർക്കാരിന്റെ ബുൾഡോസർ നിലപാടുകൾക്കെതിരെയുള്ള പ്രമേയം യോഗം പാസാക്കും. കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് അധികാരം പാർട്ടി കീഴ്ഘടകങ്ങളിലേക്ക് എത്തിക്കുന്നതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെയ്ക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും. ഇതിന്റെ ഭാഗമായി പാർട്ടി കേന്ദ്ര നേതൃത്വം 852 ജില്ലാ പ്രസിഡന്റുമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിലുൾപ്പെടെ ജില്ലാ ഘടകങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന തീരുമാനവും കൺവെൻഷനിൽ ഉണ്ടായേക്കും. സർദാർ വല്ലഭായ് പട്ടേൽ സ്മാരകത്തിൽ ഖാർഗെയുടെ അധ്യക്ഷതയിലാകും യോഗം നടക്കുക. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ സംഘടനാ നവീകരണത്തിനുള്ള രൂപരേഖ യോഗത്തിൽ തയ്യാറാക്കും. 1725 AICC അംഗങ്ങൾ ഉൾപ്പെടെ 2000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഡെലിഗേറ്റ് സെഷനും തുടർന്ന് നടക്കും. രാഹുൽ ഗാന്ധിയും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഖാർഗെയുടെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രിമാരും മുൻ മുഖ്യമന്ത്രിമാരും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടുന്ന 169 അംഗങ്ങൾ പങ്കെടുക്കുന്ന പ്രവർത്തക സമിതി യോഗവും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.